ആലപ്പുഴ ജില്ലയിലെ അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃച്ചെങ്ങന്നൂർ എന്നുകൂടി അറിയപ്പെടുന്ന ശോണാദ്രി എന്നുകൂടി നാമമുള്ള ഈ ക്ഷേത്രഭൂമി. ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്താത്ത മലയാളികൾ ഉണ്ടാവില്ല, ശിവഭക്തർ പ്രത്യേകിച്ചും ഉണ്ടാവില്ല. ദേശദേശാന്തരങ്ങളിൽ നിന്ന് ശൈവഭക്തർ ഇവിടേക്ക് എത്താറുണ്ട്. നയനാർമാർ പാടിപ്പുകഴ്ത്തിയ ദേശമായതുകൊണ്ടും ശിവപാർവതിമാർ ഇവിടെ തുല്യ പ്രാധാന്യത്തോടു കൂടി നിലകൊള്ളുന്നു എന്നതുകൊണ്ടും പാർവതി തൃപ്പൂത്താകുന്ന മഹാക്ഷേത്രം എന്ന ഖ്യാതിയുള്ളതുകൊണ്ടുമൊക്കെ തൃച്ചെങ്ങന്നൂരിന് പ്രാധാന്യമേറെയാണ്. തൃച്ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ എത്തുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇവിടുത്തെ ഒരു വലിയ മണ്ഡപം കാണാം, പഴയൊരു കൂത്തമ്പലം പണിതീരാതെ കിടക്കുന്നത് എന്നുള്ള ഐതിഹ്യവുമായിട്ട്. ഇതൊരു അത്ഭുതം തന്നെയാണ്, അത്ഭുതത്തോടു കൂടിയാണ്. എന്തുകൊണ്ടാണിത് പണിതീരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആകൃതി എന്നൊക്കെ എല്ലാവരും എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ കൂത്തമ്പലത്തിന് അല്ലെങ്കിൽ ഈ മണ്ഡപത്തിൻ്റെ പണിതീരാത്ത മണ്ഡപത്തിൻ്റെ തെക്കു ഭാഗത്തായിട്ട് നമുക്കൊരു ശില കാണാം. ആ ശിലയിൽ കയറി നിന്ന് ക്ഷേത്രത്തിൻ്റെ താഴികക്കുടം ദർശിക്കുന്ന ഭക്തരെയും കാണാം. എന്തായിരിക്കും അതിന് പിന്നിലെ ആചാരം, എന്തായിരിക്കും അതിന് പിന്നിലെ വിശ്വാസം, അതൊന്ന് അടുത്തറിയാൻ ശ്രമിക്കാം. കൂത്തമ്പലത്തിൻ്റെ ഒരു വശത്തായുള്ള ശില നടനശില എന്നാണ് ഈ ശിലയ്ക്ക് പേര്. നൃത്തമാടുന്ന നടരാജൻ്റെ നാമവുമായി ബന്ധപ്പെട്ടാവുമോ ഈ ശിലയ്ക്ക് നടനശില എന്ന പേര് വന്നത്? ഏതായാലും എത്തുന്ന ഭക്തരെല്ലാം അവിടെ ഒരു കാൽ ഉയർത്തി നിന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ വിമാനത്തെ താഴികക്കുടത്തെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. നിൽക്കുമ്പോൾ ഒറ്റക്കാലിൽ നിൽക്കണം എന്നുള്ള വ്യവസ്ഥയുണ്ട് എന്നുള്ളത് എല്ലാവരും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും കാണാം. ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ ശരിക്കും ഒരു കാലിൽ ഇടതുപദം തൂക്കി നിന്ന് നൃത്തമാടുന്ന നടരാജനെയാണോ നമ്മൾ സ്മരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അകത്തിരിക്കുന്ന മഹാദേവൻ അർദ്ധനാരീശ്വരനാണ്, ഒപ്പം നടരാജനാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും ഈ ശിലമേലേറാം. ആദ്യമേ ശിലയെ ഒന്ന് തൊട്ടുവന്ദിച്ച് പിന്നീട് മെല്ലെ അതിൽ പാദം വെച്ച് ആ താഴികക്കുടത്തെ ഒന്ന് ഉയർന്നു കണ്ട് പതിയെ ഇടതുകാലുയർത്താം. ഇടതുപദം തൂക്കിയാടുന്ന നടരാജനെ സ്മരിച്ചുകൊണ്ട് ആ താഴികക്കുടത്തെ നോക്കി ഒന്ന് വന്ദിക്കാം. ഈ തൊഴൽ, ആ താഴികക്കുടത്തെ നോക്കുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമം, ഇതൊക്കെയും നമ്മുടെ മനോബലത്തെ ഒന്ന് ഉറപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പ്രത്യേകമായ ചില കർമ്മങ്ങൾ നമ്മുടെ മനസ്സിനെ കൂടുതലായി ഉണർത്തും എന്നുള്ള പ്രേരണകളും നൽകുന്നുണ്ട്. ആ പ്രേരണകളുമായി നടനശില. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ. കഥകൾ കേട്ട് വളർന്നവരാണ് നമ്മൾ. ആ കഥകളൊക്കെ ചരിത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. ഇനിയൊരു കഥ പറയാം, ഒരു ചരിത്രം. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഈ നടനശിലയുടെ വിസ്മയം എന്താണ്? എന്തിനാണ് എല്ലാവരും അവിടെ വന്ന് ഒരു കാൽ ഉയർത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത്? ഒരു കാൽ ഉയർത്തുമ്പോൾ നടരാജനെ പ്രാർത്ഥിക്കുന്നുവെന്ന് മാത്രമല്ല, അഗസ്ത്യമുനി ഇവിടെ വന്ന് നിന്ന് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തപസ്സിനെ അനുസ്മരിക്കുവാനും നമുക്കിങ്ങനെ നിൽക്കാനാകും. എന്നാൽ മറ്റൊരു ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ടാവും ഇത്രമാത്രം നാഗ ആരാധന വന്നത് എന്നുള്ളതൊരു അത്ഭുതം തന്നെയാണ്. ശരിക്കും നാഗ ആരാധനകളുമായി ബന്ധപ്പെട്ട് നാഗങ്ങളുടേതായിരുന്നു ഈ ഭൂമി ഒരു കാലത്തെന്നാണ്. ഈ പ്രദേശത്തെ ഊർവരമാക്കുവാൻ നാഗങ്ങൾ വന്നു, പിന്നീട് നാഗങ്ങളുടേതായി മാറി ഈ ഭൂമി. നാഗങ്ങളുമായി സമരസപ്പെട്ട് നാഗങ്ങളെ ഉപാസിച്ചുകൊണ്ട് ജീവിച്ചുകൊള്ളുവാൻ പരശുരാമൻ ഇവിടുത്തെ ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകി. ആ ആദിമകാലം മുതൽ തന്നെ നാഗങ്ങളുമായി ഇടപെട്ട് ജീവിച്ചിരുന്ന മനുഷ്യർ. ഇതുപോലെ തന്നെ ഭാരതത്തിൻ്റെ മറ്റൊരു ദേശത്ത് പഞ്ചാബിൽ നാഗങ്ങളെ ഉപാസിച്ച് നാഗങ്ങളെ ആരാധിച്ച് ജീവിച്ചിരുന്ന ഒരു വംശജരുണ്ടായിരുന്നു. അവരവിടെ നിന്ന് പലായനം ചെയ്ത് പിന്നീട് കേരള ഭൂമിയിലേക്ക് എത്തിയെന്നും പമ്പാ നദിയുടെ തീരത്തെത്തിയെന്നും ഒരു ഐതിഹ്യമുണ്ട്. അവരുടെ സ്വാധീനം കൊണ്ട് ഇവിടെ ജീവിച്ചിരുന്ന നാഗങ്ങളുമായി ഇടപഴകി ജീവിക്കേണ്ടവർ ഈ നാഗാരാധനകളും ഉപാസനകളും അതുപോലുള്ള സമ്പ്രദായങ്ങളും ഒക്കെ പരിശീലിച്ചെടുത്തു. അങ്ങനെ ഇവിടെ ഒരു നാഗാരാധന സമ്പ്രദായത്തിന് മറ്റൊരു ഭാവം, അതായത് വിഷഹാരി, അതായത് നാഗങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നാഗങ്ങളെ ഉപാസിക്കുക എന്നതിനോടൊപ്പം തന്നെ നാഗങ്ങളിൽ നിൽക്കുന്ന വിഷം ഇല്ലാതെയാക്കുവാനുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾക്കുമൊക്കെ പ്രാധാന്യം തീർച്ചയായിട്ടും വരുമല്ലോ. അങ്ങനൊരു ചികിത്സാ സമ്പ്രദായത്തിനും ഈ ദേശത്ത് പ്രാധാന്യം വന്നു എന്നതാണ് ചരിത്രം. ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നത് ചെങ്ങന്നൂരിൻ്റെ ക്ഷേത്ര മഹാത്മ്യം എന്നൊരു വളരെ പഴയൊരു ഗ്രന്ഥത്തിൽ നിന്നാണ്. അങ്ങനെ ഇവിടേക്ക് ആ വിഷഹാരി ചികിത്സയ്ക്കൊക്കെ പ്രാധാന്യം വരികയും അങ്ങനെ കറുത്തെടുത്ത് മുരിങ്ങൂർ എന്ന കുടുംബത്തിലെ വിഷചികിത്സ വളരെ പ്രധാനപ്പെട്ടതും വളരെ പ്രശസ്തി നേടുകയും ചെയ്തു.
ആരാണോ ദംശനമേറ്റ് പാമ്പിൻ്റെ ദംശനമേറ്റ് ഇവിടേക്ക് വരുന്നത് അവരെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ ഈ കറുത്തയിടത്ത് മുരുങ്ങൂർ കുടുംബത്തിന് സാധിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു കാലത്ത് ഇവിടെ ഒരു ആൾവാർ വന്നു എന്നാണ് പറയുന്നത്. ആൾവാരാകാം, ഒരാളാകാം, ആരോ ഒരാൾ, ഒരു വിഷഹാരി ഇവിടേക്ക് വരികയും ഇവിടെയുള്ളവരെല്ലാം വെല്ലുവിളിക്കുകയും ചെയ്തു അത്രേ. അദ്ദേഹത്തിന് ചെയ്യാനാകാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ ദേശവാസികളെ വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളിക്കുന്ന സമയത്ത് മുരുങ്ങൂർ കുടുംബത്തിൽ ഒരു 12 വയസ്സ് പ്രായമുള്ള ബാലൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഈ ബാലൻ ഇവിടെ വന്ന് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് പടിഞ്ഞാറേ നടയിലെത്തി പാർവതി ദേവിയെ ഉപാസിച്ച് മടങ്ങിപ്പോവുകയും ഇങ്ങനെയൊക്കെ ഒരു വെല്ലുവിളി വന്നാൽ എങ്ങനെയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മയെന്ന് ചോദിച്ച് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോവുകയും അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് അറയ്ക്കുള്ളിൽ ചെന്ന് നോക്കൂ, അവിടെ തുലാപുച്ഛത്തിൽ ഒരു ചെമ്പ് കുഴലിരിപ്പുണ്ട്. അതെടുത്തു കൊണ്ടുപോയി നേരെ ആൾവാർക്കടുത്ത് ചെല്ലൂ, അല്ലെങ്കിൽ ആ മനുഷ്യനടുത്തേക്ക് ചെല്ലൂ, ആ തർക്കത്തിനായി വന്ന ആളടുത്തേക്ക് ചെല്ലൂ എന്ന് പറയുകയും ചെയ്തു. ആൾവാർ എന്ന വാക്ക് ഉപയോഗിക്കാത്തത്, ആൾവാർ എന്ന് പറയുന്നത് ഭക്തിയുടെ ആ ഒരു വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരാണ്. അവരൊരു തരത്തിലും മത്സരത്തിലോ അല്ലെങ്കിൽ വെല്ലുവിളികൾക്കോ ഒന്നും വരില്ല എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ അങ്ങനൊരു നാമം ഉപയോഗിച്ചതാകാം. ഒരാൾ വന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവും. അങ്ങനെ ഒരാൾ വരികയും ഇവിടെ വന്ന് വെല്ലുവിളിക്കുകയും ചെയ്ത അന്ന് രാത്രി ഈ ദേവിയോട് പ്രാർത്ഥിച്ചു കിടന്ന ഭക്തന് ഇങ്ങനൊരു നിർദ്ദേശം കിട്ടിയല്ലോ. പിറ്റേന്ന് ആൾ തൻ്റെ അമ്മയോട് കാര്യം പറയുകയും അമ്മ അറക്കൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ചെമ്പ് കുഴൽ കാണുകയും ആ ചെമ്പ് കുഴലുമായി ഈ ബാലൻ ഇവിടേക്ക് വന്ന് ആൾവാർക്കരികിലേക്ക് എത്തുകയും ചെയ്തു. ഈ ആൾക്കരികിൽ എത്തിയിട്ട് പറഞ്ഞു, ഞാൻ വെല്ലുവിളി സ്വീകരിക്കുന്നു, അങ്ങ് ഞാൻ ചെയ്യുന്നത് പോലെ അങ്ങേക്ക്, അല്ലെങ്കിൽ അങ്ങ് ഈ കുഴലിൽ നിന്ന് ഒരു പാമ്പിനെ പുറത്തേക്ക് എടുത്താൽ ആ പാമ്പിനെ തിരിച്ചു കുഴലിനകത്തേക്ക് ആക്കാൻ അങ്ങേക്ക് ആകുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ആകുമെന്ന് വന്നയാൾ പറയുകയും അദ്ദേഹം അപ്പോൾ തന്നെ പാമ്പിനെ പുറത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ ചെമ്പ് കുഴലിൽ നിന്നൊരു നാഗം പുറത്തേക്ക് വരികയും നാഗം പുറത്തേക്ക് വന്നതിന് ശേഷം ഭീകരമായ രൂപം പ്രാപിക്കുകയും ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ഈ ചെമ്പ് കുഴലിനകത്തേക്ക് നാഗത്തെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചില്ല. നാഗമാകട്ടെ ഇദ്ദേഹത്തെ ദംശിക്കുവാൻ അടുത്തടുത്തേക്ക് വരികയും ചെയ്യുന്നു. ഒടുവിൽ ഭയന്ന് പ്രാണഭീതിയോടുകൂടി ഈ ബാലന് മുന്നിൽ ഇരു കൈകളും കൂപ്പി നിന്ന് ആ വന്നയാൾ പറഞ്ഞു അത്രേ, എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കാണണമെന്ന്. ഈ ബാലൻ ഈ നിമിഷം നാഗത്തിനോട് അകത്തേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ചെമ്പുകുഴലിനകത്തേക്ക് നാഗം പഴയ രൂപത്തിൽ കയറുകയും ചെയ്തു. ആ സമയത്ത് ആ ചെമ്പുകുഴൽ ഇവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ് ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം. ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗം, ഈ അദ്ദേഹത്തിൻ്റെ വന്നയാളുടെ, അതായത് വിഷഹാരിയായി വന്ന ആളുണ്ടല്ലോ, പരദേശിയായി വന്നയാൾ, ആ വന്നയാളുടെ കയ്യിലുണ്ടായിരുന്ന ഔഷധങ്ങളും അതുപോലെ നാഗതന്ത്രങ്ങളെക്കുറിച്ചുള്ള നാഗ ആരാധനയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും ഇതെല്ലാം ഇവിടെ ഒരു പ്രദേശത്ത് കുഴിച്ചിട്ട് ആ കുഴിച്ചിട്ടതിന് മേലൊരു ശില എടുത്ത് വെക്കുകയും ചെയ്തു. ആ ശിലയാണ് നമ്മൾ കാണുന്ന നടനശില. അതിനടിയിൽ ഇന്നും ആ വിഷഹാരിയുടെ കയ്യിലുണ്ടായിരുന്ന ഔഷധങ്ങളും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആരാണോ ഇവിടെ വന്ന് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ നിന്ന് ആ ശിലയ്ക്ക് മേലേറി നിന്ന് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് അകത്തെ ശ്രീകോവിലിൻ്റെ വിമാനം താഴികക്കുടം ദർശിക്കുന്നത് അവർക്ക് അന്ന് വിഷബാധ ഏൽക്കില്ല എന്നൊരു വിശ്വാസം വന്നു. ഇന്ന് വിഷബാധ ഏൽക്കില്ല, നാളെ ഏൽക്കാം എന്നാണ്, ഇന്ന് വിഷബാധ ഏൽക്കില്ല. അപ്പോൾ ഈ ദേശവാസികൾ, കാടാണ് ഈ പ്രദേശമൊക്കെ, അന്ന് ധാരാളം ഇഴജന്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇഴജന്തുക്കളുടെ ദംശനമേൽക്കാൻ സാധ്യതയുള്ളൊരു പ്രദേശത്ത് ജീവിക്കുന്ന ഈ മനുഷ്യരെല്ലാം എന്നും ഇവിടെ വന്ന് ക്ഷേത്ര ദർശനം നടത്താൻ തുടങ്ങി. കാരണം എന്ന് പ്രഭാതത്തിലാണോ ഇവിടെ വന്ന് ദർശനം നടത്തുന്നത്, അന്ന് വിഷം തീണ്ടില്ല എന്നാണല്ലോ. അപ്പോൾ നിത്യവും ദർശനം നടത്തുന്നത് ഒരു ശീലമായി മാറി. അതാണ് ആ നടനശിലയുടെ, അല്ലെങ്കിൽ ഈ കൂത്തമ്പലത്തിൻ്റെ ഒരു വശത്ത് തെക്ക് ഭാഗത്തായി കാണുന്ന ആ ശിലയിൽ വന്ന് എല്ലാവരും ആ താഴികക്കുടത്തെ ദർശിക്കുന്നതിന് പിന്നിലെ ഐതിഹ്യം. അത് നടരാജനായ മഹാദേവനെ സ്മരിക്കുന്നതുമാകാം, അഗസ്ത്യമുനിയെ സ്മരിക്കുന്നതുമാകാം. ഒപ്പം നമ്മളിൽ ഒരു വിഷവും തീണ്ടാതിരിക്കട്ടെ ഇന്നത്തെ ദിവസം. എങ്ങനെ? പാമ്പിൻ്റെ ദംശനം കൊണ്ട് മാത്രമല്ല, ചിന്തകളിൽ നിന്ന് വിഷം തീണ്ടാതിരിക്കട്ടെ, വ്യക്തികളിൽ നിന്ന് വിഷം തീണ്ടാതിരിക്കട്ടെ, പ്രവൃത്തികളിൽ നിന്ന് വിഷം തീണ്ടാതിരിക്കട്ടെ. അതിനൊക്കെയും നമുക്ക് ഇവിടെ ചെങ്ങന്നൂർ മഹാദേവന് തിരുമുന്നിൽ വന്ന് നടനശിലയ്ക്ക് മേലേറി ഒറ്റക്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഈ നടനശിലയ്ക്ക് മേലേറി നിൽക്കുമ്പോൾ നമ്മൾ ജപിക്കേണ്ടുന്ന മന്ത്രം നഞ്ചുണ്ട ദേവായ നമഃശിവായ എന്നാണ്. നഞ്ചുണ്ടത് എന്ന് പറഞ്ഞാൽ വിഷം കഴിച്ചത്, വിഷം പാനം ചെയ്തത്, ലോകനന്മയ്ക്കായി വിഷം പാനം ചെയ്ത ശ്രീനീലകണ്ഠനെയാണ് നമ്മളവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും വിഷഹാരി കൊണ്ടുവന്ന ആ ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ആ ഔഷധങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ആ ശിലയ്ക്ക് മേലേറി നിന്നുകൊണ്ട് മഹാദേവ, നഞ്ചുണ്ട മഹാദേവനെ വിളിച്ചാൽ മാത്രമേ ആ നഞ്ച് നമുക്ക് ഏക്കാതെയാകുള്ളൂ. അപ്പോൾ എല്ലാ കാലത്തും നമ്മളിൽ ഏൽക്കുന്ന എല്ലാ വിഷവും, നമുക്ക് തീണ്ടിയ വിഷങ്ങൾ ഇല്ലാതെയാക്കുന്നതിനും ആ വിഷഹാരിയാകുന്നതിനും വിഷം തീണ്ടാതിരിക്കുന്നതിനും നമുക്ക് ഒരാളെ പ്രാർത്ഥിക്കാനാകുള്ളൂ. അത് ദക്ഷിണാമൂർത്തിയായ ജ്ഞാനമൂർത്തിയായ മഹാദേവനെയാണെന്ന് ചെങ്ങന്നൂർ മഹാദേവൻ പറഞ്ഞു തരികയാണ്. ആ വിഷം തീണ്ടാതിരിക്കട്ടെ നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചല്ലോ, അതിന് നമ്മൾ മഹാദേവനെങ്കിൽ തന്നെയാണ് ഉപാസിക്കേണ്ടത് എന്ന് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നു.
ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നടനശിലയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിൻ്റെ ബാക്കി നമുക്ക് ഈ പടിഞ്ഞാറേ നടയിലാണ് പറയാനാകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, മുരിങ്ങൂർ കുടുംബത്തിലെ വിഷഹാരിയായിരുന്ന ആ കുടുംബത്തിലെ ബ്രാഹ്മണർ ഇല്ലാതിരുന്നത് കൊണ്ട് അവിടുത്തെ ഒരു ബാലൻ മാത്രം വന്നു എന്നും ആ ചെമ്പുകുഴലിലൂടെ ഒരു നാഗത്തെ പുറത്തേക്ക് വിട്ടിട്ട് പക്ഷേ ആ പരദേശിയായ വിഷഹാരിക്ക് അത് അകത്തേക്കാക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ ബാലൻ തന്നെ അതിനെ അകത്തേക്കാക്കിയെന്നും ഈ ബാലൻ ആ ചെമ്പുകുഴൽ പിന്നീട് ഇവിടെ ഈ പടിഞ്ഞാറേ നടയിൽ നമുക്കിതാ ഇങ്ങനൊരു ദ്വാരം കാണാം. ഇവിടേക്കാണ് ആ ചെമ്പുകുഴൽ വെച്ചതെന്നാണ്. ചെമ്പുകുഴൽ എന്നല്ല, ചെമ്പുകുഴലിൽ നിന്ന് നാഗത്തെ അകത്തേക്ക് കയറ്റി വിട്ടു എന്നാണ്. ഇപ്പോഴും ആ നാഗം അവിടെയുണ്ട് എന്നാണ്. ഇവിടെ ഒരു വലിയ വിശ്വാസമുണ്ട്. ഈ നടയിൽ വന്നു നിന്നുകൊണ്ട് കൈ ഇതിനുള്ളിൽ വെച്ചിട്ട് ഭഗവതിയെ നോക്കിക്കൊണ്ട് നിന്നുകൊണ്ട് ആര് എന്ത് പ്രസ്താവന നടത്തിയാലും അത് കള്ളമാണ് എങ്കിൽ ആ നാഗം അപ്പോൾ തന്നെ വന്ന് കൊത്തുമെന്നാണ്. സത്യം പറഞ്ഞാൽ മാത്രമാണ് ഇവിടെ പണ്ടുകാലത്ത് രാജാക്കന്മാർ പോലും ഇങ്ങനെ കൈ അതിനുള്ളിലേക്ക് ഇട്ടിട്ട് ഭഗവതിയെ നോക്കി നിന്ന്. ഇവിടെ നേരെ നടയിൽ പാർവതിയാണ് നമുക്ക് കാണാനാകുന്നത്. അപ്പോൾ പാർവതി നടയിൽ നോക്കി നിന്നുകൊണ്ട് നേരെ കൈ ഉള്ളിലേക്കിട്ട് അമ്മേ നാരായണ പറഞ്ഞ് താൻ എന്താണോ പറയേണ്ടത്, അതായത് തൻ്റെ പ്രവൃത്തി എന്താണോ, അതിൽ സത്യപ്രസ്താവന നടത്തേണ്ടത് എന്താണോ, ആ വിഷയത്തെ ഇവിടെ നിന്ന് ഏറ്റു പറയണം. അത് കള്ളമാണെങ്കിൽ ആ നാഗം വന്ന് കയ്യിൽ കൊത്തും. അങ്ങനെ ഇന്നും ഒരു വിശ്വാസമുണ്ട്. ഇവിടെ പലതരത്തിലുള്ള സത്യവും അങ്ങനെ തെളിയിച്ചതിൻ്റെ ചരിത്രവുമുണ്ട്. അതാണ് ചെങ്ങന്നൂരിൻ്റെ പടിഞ്ഞാറേ നടയുടെ പ്രത്യേകത. Moksha, Journey to the Self.